മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാഥാലയത്തിലെത്തുന്ന CKC സോമരാജൻ സാറിനോട് സ്വയം പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, നിധിയുടെയും നിർമ്മലയുടെയും കൈവശം 10 ലക്ഷം രൂപ കൊടുത്തയച്ചത് ഞാനാണെന്ന്. നിർമ്മലയുടെ കുട്ടി ഇവിടെയാണ് വളർന്നതെന്നറിഞ്ഞു. നിർമ്മല എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. നിർമ്മലയുടെ കുട്ടി എവിടെയാണെന്നറിഞ്ഞാൽ നിർമ്മലയ്ക്കും ഞങ്ങൾക്കും കാണാമല്ലോ. CKCയുടെ സംസാരത്തിൽ സംശയം തോന്നിയ സോമരാജൻ സാർ അയാളോടൊന്നും പറയുന്നില്ല. അനാഥാലയത്തിലെ കുട്ടികളെ ദത്തെടുക്കുന്നവരെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും ആരോടുമൊന്നും പറയാൻ പാടില്ല എന്നാണ് നിയമം. നിയമം വിട്ടൊന്നും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തന്നുവിട്ട 10 ലക്ഷം രൂപ വേണമെങ്കിൽ തിരിച്ചു തരാം. അനാഥാലയത്തിൽ നിന്ന് നിർമ്മലയുടെ മകനെപ്പറ്റി ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് അതറിയാനായി ആലോചിച്ചു നിൽക്കുകയാണ് CKC. സോമരാജൻ സാർ നിധിയെ വിളിച്ച് CKC വന്ന് നിർമ്മലാമ്മയുടെ കുട്ടിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടു എന്നറിയിച്ചു. അയാളിൽ എന്തോ ചതിയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും പറയാതെ ഇവിടെ നിന്നും പറഞ്ഞയച്ചു. അയാളോടൊന്നും പറയാതിരുന്നത് വളരെ നന്നായി എന്ന് അദ്ദേഹത്തോട് നിധിയും പറയുന്നു. അനാഥാലയത്തിലെ സോമരാജൻ സാറിൻ്റെ അസിസ്റ്റന്റ് മണികണ്ഠനോട് നിധി CKCയെ കാണാനായി പറയുന്നു. നിർമ്മലാമ്മയുടെ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഫയൽ എടുത്തു തരാമെന്നും പകരം 1 ലക്ഷം രൂപ അയാളോട് ചോദിക്കണമെന്നും പറയുന്നു. നിർമ്മലാമ്മയുടെ ഫയലാണെന്ന് പറഞ്ഞ് ഒരു ഫയൽ ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കുന്നു. ആ ഫയൽ നിർമ്മലാമ്മയുടെ തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അതിൽ മകനല്ല, മകളാണ്. പേര് ആതിര. മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കറക്റ്റായി CKC കാണുന്നു. അപ്പോൾ നിർമ്മലാമ്മ അയാളെ ചതിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇനി ഈ ആതിരയെ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുന്നു CKC. മണികണ്ഠൻ നിധിയുടെ അടുത്ത് ചെന്ന് CKCയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും ഫയൽ കൊടുത്തു എന്നും 1 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നും പറയുന്നു. CKC മണികണ്ഠന് കൊടുത്ത 1 ലക്ഷം രൂപ മണികണ്ഠന് വേണ്ടെന്ന് പറയുന്നു. വേണ്ടെങ്കിൽ അനാഥാലയത്തിലെ കുട്ടികളുടെ ഫണ്ടിലേക്ക് ഇടാൻ പറയുന്നു നിധി. CKCയുടെ യഥാർത്ഥ മുഖം വീണ്ടും നിർമ്മലാമ്മയ്ക്കും നിധിക്കും മനസ്സിലാകുന്നു. 6 മാസമേ ജീവിക്കൂ എന്ന് അയാൾ പറഞ്ഞത് നുണയാകാനാണ് സാധ്യത എന്നും അവർ പറയുന്നു. CKC നിർമ്മലാമ്മയെ കാണണമെന്ന് പറയുന്നു. നിർമ്മലാമ്മ അയാളെ കാണാനായി പോകുന്നു. മകനാണ് നമുക്ക് ജനിച്ചതെന്ന് എന്തിനാണ് എന്നോട് നുണ പറഞ്ഞതെന്ന് CKC നിർമ്മലാമ്മയോട് ചോദിക്കുന്നു. ഓഹോ, അപ്പോൾ നിങ്ങൾ അനാഥാലയത്തിന് കൊടുക്കാൻ 10 ലക്ഷം രൂപ തന്നത് എൻ്റെ കുട്ടിയെക്കുറിച്ച് അറിയാനായിരുന്നല്ലേ? ചതിയനാണ് നിങ്ങൾ. ഒരിക്കലും നന്നാകില്ല. എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാനായി നടന്ന നിങ്ങളോട് ഞാൻ എന്തിനാണ് സത്യം പറയുന്നത്? നമുക്ക് ജനിച്ചത് മകനല്ല, മകളാണ്. ആതിര എന്നാണ് അവളുടെ പേര്. പിന്നീട് CKC ആതിരയെക്കുറിച്ച് ചോദിക്കുന്നു. എൻ്റെ മകളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന്. അതിനുള്ള സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് നിർമ്മലാമ്മ പോകുന്നു. അനാഥാലയത്തിൽ പോയി മടങ്ങി വരുന്ന നിർമ്മലാമ്മയോടും നിധിയോടും ഗൗതം ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോയതാണെന്ന്. അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞ് നിധി ഗൗതമിനെ ചന്ദനം തൊടിയിക്കാൻ നോക്കുമ്പോൾ ഗൗതം അത് തട്ടിക്കളയുന്നു. അമ്പലത്തിൽ പോയതാണെന്ന് നിങ്ങൾ നുണ പറയുകയാണ്. ഒരു ബാഗിൽ പൈസയുമായി ആരെ കാണാനാണ് പോയത്? ഇത് കേട്ട നിധിയും നിർമ്മലാമ്മയും ഭയപ്പെട്ടു നിൽക്കുന്നു. ഗൗതമെല്ലാം കണ്ടു എന്ന് നിർമ്മലാമ്മയ്ക്കും നിധിക്കും മനസ്സിലാകുന്നു. ഇനിയും എന്നോട് കള്ളം പറയേണ്ട. ആ പണം എവിടെ നിന്ന് കിട്ടിയതാണ്? നിങ്ങൾ എവിടേക്കാണ് ആ പണം കൊണ്ടുപോയത്? നിവൃത്തിയില്ലാതെ നിർമ്മലാമ്മ പറയുന്നു, അതെനിക്ക് CKC തന്നതാണ്. അയാളുടെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലമായി തന്നതാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ അത് റോഡിൽ വെച്ചിട്ട് പോയി. അതുകൊണ്ടാണ് ആ പണം എടുത്തത്. ഞങ്ങൾ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ആ പണം സമർപ്പിച്ചു. എന്തുകൊണ്ട് ഇതൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് ഗൗതം ചോദിക്കുന്നു. പറഞ്ഞാൽ ഗൗതം ഒന്നിനും സമ്മതിക്കില്ല. അതാണ് പറയാതിരുന്നത്. ഇവർ പറഞ്ഞതൊന്നും ഗൗതം വിശ്വസിക്കുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിലുണ്ടെന്ന് ഗൗതം സംശയിക്കുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.